മഹാരാഷ്ട്രയിൽ എല്ലാം കലങ്ങി തെളിയുകയാണോ അതോ വീണ്ടും കലങ്ങുകയാണെന്ന് ബി ജെ പി സർക്കാർ ഉടൻ കാണിച്ചു തരും. ഡിസംബർ 5 അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. ഷിൻഡെ അല്ല മുഖ്യമന്ത്രി, തീയതി നിശ്ചയിച്ചത് ബി ജെ പി ആണ്. അത് ഏക്നാഥ് ഷിൻഡെക്കുള്ള സന്ദേശമാണ് ബി ജെ പി കൊടുത്തത്. എന്താണ്? ഇനി ഞങ്ങൾ മഹാരാഷ്ട്ര ഭരിച്ചോളാമെന്ന്. കാരണം മഹായുതി സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ 2.5 വർഷം സേവനമനുഷ്ഠിച്ചതാണ് ശിവസേന പ്രവർത്തിക്കൊണ്ടുവന്ന ഈ ഷിൻഡെ. തനിക്ക് പുതിയ സർക്കാരിൽ താല്പര്യമുണ്ടെന്ന് ഇപ്പോൾ ഷിൻഡ ബി ജെ പിയുടെ കാല് പിടിച്ച് പറയുന്നു. എന്താണ് കാര്യം? അല്ലെങ്കിൽ ബി ജെ പി ഇല്ലാതാക്കി കളയുമെന്നറിയാം. മഹാരാഷ്ട്രയിൽ ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകും. ആ പദത്തിൽ ഷിൻഡെ അസ്വസ്ഥനാണ്. കാരണം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഒപ്പം അജിത് പവാറും ഉപമുഖ്യമന്ത്രിയായി വരുന്നുണ്ട്. അപ്പോൾ തന്റെ മന്ത്രിസഭയിൽ തനിക്ക് താഴെ മന്ത്രിയായിരുന്ന അജിത് പവാറിനൊപ്പം ഉപമുഖ്യമന്ത്രിയായി ഇനി ബി ജെ പി സർക്കാരിൽ ഷിൻഡെ ഉണ്ടാകും. ഷിൻഡെ നശിപ്പിക്കുക, ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തെ അജിത് പവാർ പക്ഷത്തിനൊപ്പം തന്നെ വേര് ഇളക്കി കളയുക എന്ന് തന്നെയായിരുന്നു ബി ജെ പി ലക്ഷ്യം. അത് അവർ സാധിച്ചെടുക്കുകയും ചെയ്തു. ഡിസംബർ 5 അങ്ങനെ സത്യപ്രതിജ്ഞയാണ്. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കിയിട്ടാണ് ശിവസേന ഷിൻഡെ പക്ഷം അധികാരം പിടിച്ചെടുത്തതും 2.5 വർഷം ഷിൻഡെ മുഖ്യമന്ത്രിയായി ഭരിച്ചതും. അപ്പോൾ ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം? ഷിൻഡെ ബി ജെ പിക്ക് കൊടുത്തത് കൂടാരത്തിൽ നുഴഞ്ഞു കയറാൻ ഒരു ഒട്ടകത്തിനുള്ള ഇടമാണ് കൊടുത്തത്. ബി ജെ പി എന്ന ഒട്ടകം ആ കൂടാരത്തിൽ ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ ഇടിച്ചു കയറി കരുത്തനായി മാറുകയും ചെയ്തു. നിയമസഭയുടെ അംഗബലത്തിലാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം. ഇപ്പോൾ ഷിൻഡെ തകർന്നത് അവിടെയാണ്. ബി ജെ പിക്ക് അവിടെ സ്വന്തമായി 132 എം എൽ എമാരുണ്ട്, 5 സ്വതന്ത്രരുണ്ട്. അങ്ങനെ 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ സ്വന്തം നിലയിൽ പുരുഷൻ തെളിയിക്കാൻ ഇനി 8 എം എൽ എമാരുടെ പിന്തുണ മതി ബി ജെ പിക്ക്. അതിതാ അജിത് പവാർ കൊടുക്കും 41 എം എൽ എമാരെ. അതുപോലെ അവിടെ 178 ആകും. വിട്ടുനിന്നാൽ നഷ്ടം ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് തന്നെയാണെന്ന് അണികളൊടുവിൽ ഷിൻഡെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ദേവേന്ദ്ര ഫഡ്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയെ ഒരുങ്ങുമ്പോൾ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിനൊപ്പം ഷിൻഡെയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഗതികേടിലാകും. ബി ജെ പി, ശിവസേന, എൻ സി പി എന്നായി 3 മഹായുതി സഖ്യകക്ഷികൾക്കിടയിൽ ക്യാബിനറ്റ് സ്ഥാനങ്ങളും വകുപ്പുകളും വീതിക്കുന്ന തർക്കമാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും തൽക്കാലം ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇതാദ്യമായാണ് ഒരാൾ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് നാണം കെട്ട് പടിയിറങ്ങുന്നത്. ബി ജെ പി ഷിൻഡെ വലിച്ച് പടിയിറക്കി താഴെ കൊണ്ടിരുത്തുകയായിരുന്നു. ആഭ്യന്തര, റവന്യൂ തുടങ്ങിയ 22 സുപ്രധാന വകുപ്പുകൾ ബി ജെ പിക്ക് തന്നെയാണ്. സ്പീക്കറും ബി ജെ പിക്ക് തന്നെയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ പദവിയും ബി ജെ പി നിലനിർത്തും. ശിവസേനയ്ക്കോ ചോദിച്ചത് 16 വകുപ്പുകൾ. നഗരവികസനമടക്കം അപ്രധാനമായ 12 എണ്ണം കൊടുക്കും. പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും കൊടുക്കും കൗൺസിലിൽ. അത്രയേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഷിൻഡെയോട് ബി ജെ പി കേന്ദ്ര ഘടകം അറിയിച്ചിരിക്കുന്നത്. എൻ സി പിക്ക് ധനകാര്യം കൊടുക്കും, ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കും. അങ്ങനെ നിർണായകമായ മറ്റ് 10 മന്ത്രാലയങ്ങളും കൊടുക്കും. കാരണം ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയേക്കാൾ ബി ജെ പിക്ക് ഇഷ്ടം അജിത് പവാർ പക്ഷമാണ്. കാരണം ശരത് പവാറിനൊപ്പം പോകാതെ ഈ തെരഞ്ഞെടുപ്പിലും വളരെ കരുത്തോടെ ശക്തി ആർജിച്ച് അജിത് പവാർ ബി ജെ പിക്ക് ഒപ്പം നിന്നെങ്കിൽ പവാറിനുമുണ്ട് പണ്ട് 26,000 കോടി രൂപയുടെ സഹകരണ അഴിമതിയിൽ പവാർ 1-ാം പ്രതിയായിരുന്നു. ബി ജെ പി സർക്കാർ അധികാരത്തിൽ ഇരുന്ന് തൊട്ട് പിന്നാലെ ബി ജെ പി സർക്കാരാണ് അവിടെ ഷിൻഡെക്കെതിരെ നിന്ന അജിത് പവാറിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിട്ട് അജിത് പവാറിനെ ആ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത്. അതുകൊണ്ട് അജിത് പവാറിന് ഏതായാലും 25,000 കോടി രൂപയുടെ സഹകരണ മേഖലയിലെ അഴിമതി കളങ്കം തേച്ചു മായ്ക്കാൻ സഹായിച്ച ബി ജെ പിയോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടും കൂറുമുണ്ട്. അത് മുതലെടുക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മഹാരാഷ്ട്ര ഘടകം. ഒപ്പം കോൺഗ്രസിനെയും അവർ തച്ചുടച്ചു. ഇനി അറിയേണ്ടത് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ബി ജെ പി സർക്കാർ എങ്ങനെ ഭരിക്കുമെന്നാണ്. എന്തായാലും സർക്കാരിനെ വലിച്ചിടാനോ ഒന്നും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിന് സാധിക്കില്ല. കാരണം 41 എം എൽ എമാരുടെ അംഗബലത്തോടെയാണ് വെറും 8 പേരുടെ പിന്തുണ വേണ്ടെടുത്ത് 41 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ അജിത് പവാർ ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രധാനമായ വകുപ്പുകൾ ധനകാര്യമടക്കം അജിത് പവാറിന് വച്ചു നീട്ടിയിരിക്കുന്നതും ബി ജെ പി. എന്തായാലും കോൺഗ്രസും ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിന്റെ എൻ സി പിയും ഒക്കെ ചേർന്ന് മഹാരാഷ്ട്രയിൽ ബി ജെ പി വീണ്ടും പന പോലെ വളർത്തുകയാണ്. എങ്കിലും ചെറിയൊരു കാറ്റടിച്ചാൽ മതി ആ പന മറിഞ്ഞു വീഴാൻ. അത് ഷിൻഡെക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉപമുഖ്യമന്ത്രിയെങ്കിൽ ഉപമുഖ്യമന്ത്രി, അല്ലെങ്കിൽ വെറുതെ ഒന്നിലധികം കേസുകളിൽ കഴിഞ്ഞ കാലത്ത് താൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉണ്ടാക്കി വെച്ച പല ഇടപാടുകളിലും അന്വേഷണം നേടേണ്ടി വരുമെന്ന് ഷിൻഡെക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഷിൻഡെ ഇപ്പോൾ ബി ജെ പിയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നതും ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ കാല് കഴുകി സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി നിൽക്കുന്നതും. എന്തായാലും
നല്ല സന്ദേശമല്ല ഇപ്പോൾ മഹാരാഷ്ട്ര നൽകുന്നത്. ഇതിന് പ്രധാന കാരണക്കാർ കോൺഗ്രസ് തന്നെയാണ്. ഇത്തവണ തങ്ങൾ മഹാരാഷ്ട്ര പിടിച്ചെടുക്കുമെന്ന ആ ഒരു അനാവശ്യമായൊരു പ്രതീക്ഷ മഹാരാഷ്ട്ര ജനങ്ങൾക്ക് നൽകിയിട്ട് BJPയുടെ കാൽക്കൽ കൊണ്ട് ഭരണം വിട്ടുകൊടുത്ത കോൺഗ്രസ് ഇതാ വീണ്ടും അവിടെ ഹരിയാന ആവർത്തിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല.